ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ മനോഹരമായ 19-ാമത്തെ അധ്യായത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം മനുഷ്യന് വാഗ്ദാനം ചെയ്ത രക്ഷ അത് യാഥാർത്ഥ്യമാകുന്ന സാക്ഷാത്കരിക്കപ്പെടുന്ന രംഗങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിവാഹത്തിൻ്റെ പ്രതീകത്തിലൂടെ ഈ രക്ഷ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ വളരെ പരിചിതമായിട്ടുള്ള ഒരു പ്രതീകമാണ് വിവാഹത്തിൻ്റെ പ്രതീകം. ദൈവജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഈ വൈവാഹിക പ്രതീകത്തിലൂടെയാണ് പ്രവാചകന്മാർ പലപ്പോഴും അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ആ വിശ്വസ്തത, ദൈവത്തിന് ജനത്തോടുള്ള ആ സ്നേഹവും കരുതലും അതെല്ലാം പ്രകടിപ്പിക്കുവാനായിട്ട് ഈ ഒരു പ്രതീകം സഹായിക്കുന്നു. ഈ പ്രതീകത്തിലൂടെ ദൈവം മനുഷ്യന് വാഗ്ദാനം ചെയ്ത രക്ഷ സമാഗതമായി എന്ന് അവതരിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. വെളിപാടിൽ അത് കുഞ്ഞാടുമായിട്ടുള്ള വിവാഹമായിട്ടാണ് അവതരിപ്പിക്കുക. കുഞ്ഞാടിന് ആയി അണിഞ്ഞൊരുങ്ങപ്പെട്ട വധുവാണ് ദൈവജനം. അപ്പോൾ ആ ദൈവജനം കുഞ്ഞാടിന് വേണ്ടിയിട്ട് തൻ്റെ വരനായിട്ട് മണവാളനായിട്ട് അണിഞ്ഞൊരുങ്ങപ്പെട്ടവളാണ് എന്ന് അവതരിപ്പിച്ചതോടൊപ്പം തന്നെ അവൾക്ക് ധരിക്കുവാനായിട്ട് വസ്ത്രം നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. രക്ഷയുടെ രണ്ട് വശങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നു. രക്ഷ ആത്യന്തികമായി പ്രഥമമായി ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ്. പക്ഷേ മനുഷ്യൻ ലഭിക്കുന്ന ആ ദാനം, ആ കൃപ, അത് സ്വന്തമാക്കണമെങ്കിൽ അതിന് യോജിച്ച പ്രത്യുത്തരം മനുഷ്യൻ നൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് അവരുടെ ആ പ്രവൃത്തികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളും വളരെ സമഞ്ജസമായിട്ട് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി തുടർന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു പ്രതീകത്തിലൂടെ വീണ്ടും ഇതേ ആശയം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മളിനി അടുത്ത വാക്യത്തിലേക്ക് കടക്കുന്നു. 9-ാമത്തെ വാക്യം. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. അവൻ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. ഇപ്പോൾ വിവാഹത്തിൻ്റെ പ്രതീകം മാറി വിവാഹ വിരുന്നിന് വിളിക്കപ്പെടുന്ന അതിഥികളുടെ ഒരു പ്രതീകമായിട്ട് മാറുന്നു. ഇപ്പോൾ രണ്ടും ഒരേ ആശയം തന്നെയാണ് അവതരിപ്പിക്കുന്നത്, എങ്കിലും അല്പം വ്യത്യസ്തമായിട്ടുള്ള ചില എംഫസിസ്, പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീതർ എന്നുള്ള പദം വെളിപാടിൽ പരാമർശിക്കുന്ന 7 അനുഗ്രഹ വചസ്സുകളിൽ 4-ാമത്തേതിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ ആദ്യ ക്ലാസ്സിൽ കണ്ടിരുന്നു, വെളിപാടിൽ 7 അനുഗ്രഹ വചസ്സുകളാണ് ഉള്ളത്. ഏറ്റവും ആദ്യത്തേത് 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ഇത് വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹീതർ. തുടർന്ന് വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് 7 അനുഗ്രഹ വചസ്സുകൾ. അപ്പം അതിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ 7 അനുഗ്രഹ വചസ്സുകൾ എന്ന് പറയുമ്പോൾ ഈ വെളിപാടിലുള്ള സന്ദേശം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണ് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ വീണ്ടും ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വെളിപാടിലെ ഈ അനുഗ്രഹ സന്ദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. ഇപ്പോൾ ജീവൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നതാണ് നമ്മളിവിടെ കാണുക. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രതീകം വിവാഹത്തിൻ്റേത് മാറ്റി വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ മണവാട്ടിയുടേത് മാറ്റി വിവാഹ വിരുന്നിൽ പങ്കുചേരുന്ന അതിഥികളെക്കുറിച്ചാണ് ഇവിടെ പറയുക. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്ത ആളുകളാണോ എന്നുള്ള സംശയം നമുക്ക് തോന്നാം. ഇത് രണ്ടും ഒരേ
കൂട്ടരെ തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ചിത്രീകരണങ്ങൾ തന്നെയാണത്. ഒന്ന്, ആ ദൈവജനത്തെ മുഴുവൻ ഒന്നിച്ച് ഒരു സമൂഹമായിട്ടെടുത്ത് ദൈവത്തിന് കുഞ്ഞാടിന് ഉള്ള മണവാട്ടിയായിട്ട് ഒരു അവതരിപ്പിക്കുന്നു. ഇനി ഇവിടെ വരുമ്പോൾ അതിഥികളെക്കുറിച്ച് പറയുമ്പോൾ അത് ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളിലേക്കുമാണ് ശ്രദ്ധ ചെല്ലുന്നത്. ഇപ്പോൾ ഇവിടെ ഓരോരുത്തരെയും വിവാഹ വിരുന്നിന് വിളിക്കുന്ന പ്രതീകം തന്നെയാണ്. വിജയം വരിക്കുന്നവർ ആ വിവാഹ വിരുന്നിൽ പങ്കുചേരും. അതിന് അവരോടൊപ്പം യേശുവും വിവാഹ വിരുന്നിലിരിക്കും എന്ന് നമ്മൾ ലവോദിക്കയിലെ സഭയ്ക്കുള്ള കത്തിൽ കാണുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ വിവാഹ വിരുന്നിനായിട്ട് ക്ഷണിക്കപ്പെട്ടവർ ആയിട്ട് ഇവിടെ ഈ രക്ഷിക്കപ്പെട്ടവരെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത് വധുവിൻ്റെ മണവാട്ടിയുടെ എന്ന പോലെ തന്നെയുള്ള ഒരു പ്രതീകം തന്നെ വ്യത്യസ്ത ഒരു വശം ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതിവിടെ പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് ഒരു വിവാഹ വിരുന്നിൻ്റെ അല്ലെങ്കിൽ യുഗാന്ത വിവാഹ വിരുന്നിൻ്റെ പ്രതീകമാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ കാണുന്ന ഒരു പ്രതീകം തന്നെയാണ്. ദൈവം ഒരുക്കുന്ന യുഗാന്ത വിരുന്നിനെക്കുറിച്ച് ഏശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. ഏശയ്യാ പ്രവാചകൻ 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 25-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ, ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും, മജ്ജയും കൊഴുപ്പും മുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. അപ്പോൾ ദൈവജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷയെയാണ് ഈ യുഗാന്ത വിരുന്നിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതേ ആശയം തന്നെ എടുത്തുകൊണ്ട് പുതിയ നിയമത്തിലും ഇതിൻ്റെ ഈ പ്രതീകം ഉപയോഗിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ലൂക്ക 14-15 മുതലുള്ള വാക്യങ്ങളിലെല്ലാം ഈ ഒരു പ്രതീകം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മെസ്സിയ വരുമ്പോൾ എല്ലാവരും ഈ മെസ്സിയാനിക വിരുന്നിൽ പങ്കുചേരും എന്നായിരുന്നു വിശ്വാസം. അപ്പോൾ യുഗാന്ത വിരുന്നിൽ പങ്കുചേരുക എന്ന് വെച്ചാൽ രക്ഷയിൽ പങ്കുചേരുക എന്ന് തന്നെയാണ് അർത്ഥം. മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ആ വിവാഹ വിരുന്നിൻ്റെ ഉപമ, അത് ഈ ഒരു ആശയം തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള വിശ്വാസിയുടെ അഭേദ്യബന്ധമാണ് വിരുന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വിവാഹ പ്രതീകത്തിലെ ആഴമേറിയ ഒരു അടുപ്പം ഈ വിരുന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിരുന്നിൽ ആയിരിക്കുമ്പോഴുള്ള ആ പങ്കുവെക്കലും ആ സംഭാഷണവും ആ സ്നേഹ സംഭാഷണവും ഒക്കെ അത് വിരുന്നിൽ പങ്കെടുക്കുന്നവർ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ആണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ലവോദിക്കയിലെ സഭയ്ക്കുള്ള കത്തിൽ സൂചിപ്പിക്കുന്ന വിരുന്നും. വെളിപാട് 3:20 യേശു വിജയം വരിക്കുന്നവരോടുകൂടെ വിരുന്നിനിരിക്കും, ഭക്ഷണത്തിനിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവാഹ വിരുന്നിൽ പങ്കുചേരുക എന്ന് പറയുന്നത് അത് രക്ഷയിൽ പങ്കുചേരുക തന്നെയാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ വിരുന്നിൽ പങ്കുചേരുക എന്നത് തീർച്ചയായിട്ടും അത് ദൈവികദാനം തന്നെയാണ്. ഇനി ഈ ദൈവികദാനത്തിൽ അർഹരാകുന്നത് ആരെയാണ്? അവരെ 17-ാമത്തെ അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. 17-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. അപ്പോൾ വിരുന്നിൽ പങ്കുചേരാനായിട്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞാടിനോട് കൂടെ ആയിരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശ്വസ്തരുമാണ്. അപ്പോൾ ഇവിടെ സഭയിലെ ഈ രക്ഷിക്കപ്പെട്ട സഭയിലെ ഓരോ വ്യക്തിയെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ രണ്ടും ആത്യന്തികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടും ഒരേ സമൂഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ജനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അത് ക്ഷണം വരുന്നത് അത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ക്ഷണം വരുന്നതുകൊണ്ട് ഇത് വിശ്വാസയോഗ്യമാണ്, സത്യസന്ധമാണ്. അപ്പോൾ ഇവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ രക്ഷ അത് തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ
രണ്ട് പ്രതീകങ്ങളിലൂടെ വിവാഹത്തിൻ്റെയും വിവാഹ വിരുന്നിൻ്റെയും ആ പ്രതീകങ്ങളിലൂടെ ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന രക്ഷയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തികളെയെല്ലാം ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞ് ദൈവജനം ഈ രക്ഷയിൽ പങ്കുചേരും എന്ന ആ സത്യം ഇവിടെ അവതരിപ്പിക്കുന്നു. അത് യാഥാർത്ഥ്യമാകും എന്നുള്ള ഉറപ്പും കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വചനം സത്യസന്ധവും വിശ്വസ്തവുമാണ് എന്ന് പറയുന്നത്. ഇനി ഈ വിരുന്നിൽ പങ്കുചേരുവാനായിട്ട്, ഈ വിവാഹത്തിൽ ഭാഗഭാക്കാകുവാനായിട്ട് തീർച്ചയായിട്ടും ദൈവം നൽകുന്ന ആ കൃപയ്ക്ക് അനുയോജ്യമായിട്ട് പ്രത്യുത്തരം നൽകുവാനായിട്ട് ഇവർക്ക് സാധിക്കണം. ഇവർ കടപ്പെട്ടിരിക്കുന്നു. അത് ആരാധന സമൂഹത്തിനുള്ള ഒരു സന്ദേശം തന്നെയാണ്. ദൈവം തരുന്ന കൃപയ്ക്ക് അനുസൃതമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു ക്ഷണവുമാണ്. ഇനി തുടർന്ന് 10-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാൻ കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിൻ്റെയും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാരുടെയും ഒരു സഹദാസനാണ്. നീ ദൈവത്തെ ആരാധിക്കുക, എന്തെന്നാൽ യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. ഇവിടെ ആ രംഗം അല്പമൊന്ന് മാറുകയാണ്. ഇപ്പോൾ യോഹന്നാന് ലഭിക്കുന്ന ആ ദർശനം, രക്ഷയെക്കുറിച്ചുള്ള ദർശനം, അത് ദൈവത്തിൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണം, അത് കഴിഞ്ഞ് ഉടനെ ഉള്ള ആ യോഹന്നാൻ്റെ ഒരു പ്രതികരണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഉടനെ തന്നെ ആരാധിക്കുവാനായിട്ട്, ആ ദൂതനെ ആരാധിക്കുവാനായിട്ട് കാൽക്കൽ വീഴുന്നു. അപ്പോൾ കാൽക്കൽ വീഴുക എന്നത് അത് സ്വർഗീയ ശക്തികളോടുള്ള ഒരു ആദരമാണത്. ആദരവിൻ്റെ പ്രതീകമാണല്ലോ, ബഹുമാനത്തിൻ്റെ പ്രതീകമായിട്ടാണല്ലോ കാൽക്കൽ വീഴുക എന്നത്. അപ്പോൾ ഇത് വെളിപാടിൽ നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ 17 യോഹന്നാൻ കാൽക്കൽ വീഴുന്നത് കാണുന്നുണ്ട്. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ്. അത് അറിയാതെ തന്നെ അദ്ദേഹം വീഴുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളവിടെ കണ്ടിരുന്നു. അത് സ്വർഗീയ ആ ദർശനത്തിൽ അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. അപ്പോൾ ദൈവസന്നിധിയിൽ അവൻ താഴേക്ക് വീഴുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൽ ദൈവസന്നിധിയിൽ ആർക്കും ആയിരിക്കുവാൻ സാധിക്കുകയില്ല, ജീവനോട് ഇരിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രതിഫലനം ഇവിടെ കാണും എന്ന് തോന്നുന്നു. പക്ഷെ അവിടെ അത് യോഹന്നാൻ അറിയാതെ തന്നെ അവിടെ വീഴുന്നെങ്കിൽ, ആ ദൈവത്തിൻ്റെ ആ മഹത്വത്തിന് മുന്നിൽ അവൻ താഴെ വീഴുന്നെങ്കിൽ, ഇവിടെ യോഹന്നാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവനെ ആരാധിക്കുവാനായിട്ട് വീഴുന്നത്. അപ്പോൾ ഇവിടെ ഈ ആരാധനയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? ഒരു സാധ്യത വ്യാഖ്യാതാക്കൾ പറയുന്നത് അതുണ്ടായിരുന്ന തെറ്റായിട്ടുള്ള ചില ആരാധനകൾ അത് തിരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായിരിക്കാം അതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള ഒരു ലക്ഷ്യം. അപ്പോൾ ആരാധന സമൂഹത്തിനുണ്ടായിരുന്ന ചില തെറ്റായ ചില ആചാരങ്ങൾ, ചില പ്രവണതകൾ, അല്ലെങ്കിൽ മാലാഖമാരോടുള്ള അതിർകവിഞ്ഞ ആ ഒരു വണക്കം, അതൊക്കെ തിരുത്തുവാനായിട്ടായിരിക്കാം ഇതിവിടെ ചേർത്തിരിക്കുന്നത് എന്ന് ചിലരൊക്കെ കരുതുന്നു. ആദിമസഭയിൽ ഈ മാലാഖമാരെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. തീർച്ചയായിട്ടും ആദിമസഭയിൽ ആ വിശ്വാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, വിശ്വാസ സമൂഹം രൂപപ്പെടുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്ര സ്വീകാര്യമല്ലാത്ത ചില പ്രവണതകളെ അത് തിരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഈ വാക്യം ഇവിടെ ചേർത്തിരിക്കുന്നത് എന്ന് കരുതുന്നു. ഇനി ആരാധനയ്ക്ക് അർഹനായിട്ട് പിന്നെ അതിന് മറുവശം എന്താണ്? ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹൻ എന്ന കാര്യം കുറച്ചുകൂടി ഉറപ്പിച്ച് പറയുന്നു. ഈ മാലാഖ ദൂതനെ അല്ല ആരാധിക്കേണ്ടത്, അത് സ്വർഗസ്ഥനായ ദൈവത്തെയും കുഞ്ഞാടിനെയുമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയും ആകാം ഈ ഒരു ശൈലി ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഭരിക്കുന്നത്, സിംഹാസനത്തിൽ നിന്ന് ഭരിക്കുന്നത് അത് ദൈവവും കുഞ്ഞാടും മാത്രമാണ്. ആരംഭത്തിൽ സിംഹാസനത്തിലിരിക്കുന്നവൻ ദൈവമാണെന്ന് പറയുന്നു. ഇനി ഈ വെളിപാട് വിവരണത്തിന് അവസാനം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സിംഹാസനത്തിൽ ദൈവവും കുഞ്ഞാടും ഇരിക്കുന്നത് കാണാം. അപ്പോൾ ആരാധനയ്ക്ക് അർഹൻ ദൈവവും കുഞ്ഞാടും മാത്രമാണ്. അപ്പോൾ ദൈവവും കുഞ്ഞാടും മാത്രമാണ് ഭരിക്കുന്നവൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊരു ശക്തിയെയും
നമ്മൾ ബഹുമാനിക്കേണ്ടതില്ല, ആരാധിക്കേണ്ടതില്ല എന്നും അർത്ഥമാക്കുന്നു. അപ്പോൾ മാലാഖമാരെയല്ല, ചക്രവർത്തിമാരെയും നമ്മളിതുപോലെ അതിര് കവിഞ്ഞ് വണങ്ങേണ്ടതില്ല, ബഹുമാനിക്കേണ്ടതായിട്ടില്ല. ദൈവീകത ആരോപിച്ചുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ടതില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന വ്യാജ ആരാധന, ചക്രവർത്തി ആരാധന ഒക്കെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു വാചകം ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നു, യോഹന്നാൻ ഈ ദാസരിൽ ഒക്കെ പെട്ടവർ തന്നെയാണ്. യോഹന്നാനും പ്രവാചകരും രക്തസാക്ഷികളും എല്ലാ വിശ്വാസികളും. ഇപ്പോൾ ഇവിടെ ഈ ദൂതനും ഈ ദാസരിൽ പെട്ടവരാണെന്ന് പറയുന്നത്. അപ്പോൾ ദൈവവും പിന്നെ മറുവശത്ത് സ്വർഗീയ ദൂതരും അപ്പസ്തോലന്മാരും സ്വർഗീയ വൃന്ദവും പിന്നെ വിശ്വാസികളും ദൈവജനവും. ഇനി രണ്ട് കൂട്ടരും, ഇപ്പോൾ ഇവിടെ ഈ രണ്ട് കൂട്ടരും യേശുവിൻ്റെ സന്ദേശം നൽകുന്നു. അവരെല്ലാവരും ദൈവത്തിനും കുഞ്ഞാടിനും ആരാധന അർപ്പിക്കുന്നു. അപ്പോൾ ആരാധന അത് ദൈവത്തിനും കുഞ്ഞാടിനും മാത്രമാണ് നൽകേണ്ടത് എന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി ഇവിടെ പറയുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ആശയം, യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വിശകലനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മർത്തൂരിയ യേശു, വിറ്റ്നസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ സാക്ഷ്യം. ഇപ്പം ഇത് രണ്ട് വിധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ അപ്പോൾ വ്യാകരണപരമായിട്ട് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. യേശുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ യേശു നൽകുന്ന സാക്ഷ്യമെന്നും യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ യേശു നൽകുന്ന സാക്ഷ്യം, ഇനി യേശു നൽകുന്ന സാക്ഷ്യം അതേതാണ്? അത് കുരിശിൽ നൽകുന്ന സാക്ഷ്യം തന്നെയാണ്. അപ്പോൾ തന്നെ ഏൽപ്പിച്ച ആ ദൈവിക ദൗത്യം പൂർത്തിയാക്കുവാനായിട്ട് അവിടുന്ന് കുരിശോളം അവിടുന്ന് വിശ്വസ്തനായിരുന്നു. അത് തൻ്റെ അവസാനത്തുള്ള രക്തം ചിന്തിയുള്ള ആ സാക്ഷ്യം തന്നെയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ആ സാക്ഷ്യം. ഇനി യേശുവിനോടുള്ള ആ സാക്ഷ്യം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു നൽകിയ സാക്ഷ്യം അത് സഭയിൽ പ്രഘോഷിക്കുക. അപ്പോൾ ഒന്ന് യേശു ക്രിസ്തു നൽകുന്ന സാക്ഷ്യമെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത് അതായത് യേശു ക്രിസ്തു സഭയിലൂടെ സംസാരിക്കുന്നു എന്നും ജീവിതവും പ്രഘോഷണം വഴി സഭ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നുവെന്ന് രണ്ടാമത്തേതും അർത്ഥമാക്കുന്നു. അപ്പോൾ ഒന്ന് യേശു നൽകുന്ന സാക്ഷ്യം, രണ്ടാമത്തേത് യേശുവിനെക്കുറിച്ച് സഭ നൽകുന്ന ആ സാക്ഷ്യം. അപ്പോൾ വിശ്വാസികൾ നൽകുന്ന സാക്ഷ്യമാണ്, തങ്ങളുടെ ജീവിതം വഴി നൽകുന്ന സാക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. അപ്പോൾ പ്രവചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രവചനവും ഇവിടെ വെളിപാടിൽ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. 11-ാമത്തെ അധ്യായത്തിൽ പ്രവാചകന്മാരെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നവരെക്കുറിച്ചൊക്കെ രണ്ട് സാക്ഷികളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥ പ്രവചനം എന്താണ് എന്നുള്ള ചോദ്യം ആ നാളുകളിലൊക്കെ ഉണ്ടായിരുന്നു. സഭകളിലുള്ള ഒരു വലിയൊരു പ്രശ്നവും അതൊക്കെ തന്നെയായിരുന്നു. ആരാണ് യഥാർത്ഥ പ്രവാചകൻ, പ്രവാചിക? വ്യാജ പ്രവാചകരൊക്കെ അന്ന് ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥ പ്രവചനം എന്താണ് എന്നുള്ളത് തിയത്തീറയിലെ ജസബലിനെ വ്യാജപ്രവാചികയായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വ്യാജപ്രവാചകർ എന്ന് പറയുന്നത് അത് വ്യാജ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നവരാണ്, മൃഗത്തിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യാജപ്രവാചകരെക്കുറിച്ചും ഈ വെളിപാട് ഗ്രന്ഥത്തിൽ 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ യഥാർത്ഥ പ്രവചനം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നവർ. ഇനി യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ, പ്രവചനത്തിൻ്റെ ആത്മാവ് എന്നത് പ്രവചനത്തിൻ്റെ കാതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് ഒരർത്ഥം. പ്രവചനത്തിൻ്റെ കാതൽ എന്ന് അന്തസ്സത്ത എന്ന് പറയുന്നത് അത് യേശുവിൻ്റെ സാക്ഷ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അപ്പോൾ പ്രവചനം എന്ന് പറയുന്നത് സാക്ഷ്യം തന്നെയാണ്. അത് നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്.
രണ്ട് സാക്ഷികളെക്കുറിച്ചുള്ള വിവരണത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. രണ്ട് സാക്ഷികൾ 1260 ദിവസം പ്രവചിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ പ്രവചനം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ രണ്ട് സാക്ഷികൾ വധിക്കപ്പെടുന്നു. അതായത് അവിടെ പ്രവചനമെന്നതും സാക്ഷ്യമെന്നതും രണ്ട് മാറി മാറി ഉപയോഗിക്കുന്നത് കാണുന്നു. അതായത് രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവചനം എന്ന് പറയുന്നത് എന്താണ്? അത് സാക്ഷ്യം നൽകുക തന്നെയാണ്. അപ്പോൾ പ്രവചനത്തിൻ്റെ അന്തസത്ത യേശുവിൻ്റെ സാക്ഷ്യമാണെന്ന് പറയുമ്പോൾ ആ യേശു നൽകിയ സാക്ഷ്യത്തിൽ പങ്കുചേരുകയാണ് ഈ യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവചനം അത് ഭാവിയെക്കുറിച്ചുള്ള ആ വിവരണമൊന്നുമല്ല. ഇപ്പോൾ പലപ്പോഴും ഈ വെളിപാട് ഗ്രന്ഥത്തിലെ ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇത് ഭാവിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് എന്നതാണ്. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആ വിവരണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവജനം യേശുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടതാണ്. അപ്പോൾ ആ സാക്ഷ്യം തന്നെയാണ് ഈ ഇവിടെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത്. അപ്പോൾ പ്രവചനത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആ യേശുവിൻ എപ്രകാരം സാക്ഷ്യം നൽകിയോ, വിശ്വസ്തയോടെ സാക്ഷ്യം നൽകിയോ, അതുപോലെ സാക്ഷ്യം നൽകുവാനായിട്ട് യേശുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവജനം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സാക്ഷ്യത്തിൽ പങ്കുചേരുകയാണ് ഇവിടെ പ്രവചനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ രണ്ട് സാക്ഷികൾ ഈ 11-ാമത്തെ അധ്യായത്തിൽ മരണം മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശുവാകുന്ന ആ സത്യത്തെ സ്വന്തമാക്കുകയും അതിനായി ജീവിക്കുകയുമാണ് പ്രവചനം അഥവാ സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ വാക്യത്തിൻ്റെ ഒരു അർത്ഥം പറയുന്നത്. അപ്പോൾ ദൈവവചനം മാംസരൂപമെടുത്ത യേശുക്രിസ്തുവിൽ ലഭ്യമായ രക്ഷ പ്രഘോഷിക്കുകയും മരണം വരെ അതിന് വിശ്വസ്ത സാക്ഷ്യം വഹിക്കുകയുമാണ് പ്രവാചക ദൗത്യത്തിൻ്റെ കാതൽ. അപ്പോൾ അവസാനം ആ രക്ഷയെക്കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ വീണ്ടും ദൈവജനത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഈ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ ആ യേശുവിൻ്റെ സാക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തണം എന്നത് തന്നെയാണ്. ഇനി പ്രവചനത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രവചനത്തിൻ്റെ ആത്മാവ് പ്രവചനം പകർന്നു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവും എന്ന് മനസ്സിലാക്കാം. അതായത് ആത്മാവ് വഴിയാണ് യോഹന്നാന് ദർശനം ലഭിക്കുന്നത്. ഇനി ആത്മാവാണ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ജീവിതമാകുന്ന വചനം വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതും. അപ്പോൾ ആത്മാവ് വഴി സഭകൾക്ക് നൽകുന്ന ആ സന്ദേശം കേൾക്കാനായിട്ട് കടപ്പെട്ടവരാണ് വിശ്വാസികൾ എന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഈ 2-3 അധ്യായങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് കണ്ട ആശയമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആത്മാവ് വഴി പകർന്നു തരുന്ന ആ വചനം കേൾക്കുവാനായിട്ട് ശ്രവിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് ദൈവജനം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വെളിപാടിലെ ആ രക്ഷയെക്കുറിച്ച് പറയുന്ന ആ ഭാഗമാണ് നമ്മൾ കണ്ടത്. ആ രക്ഷ അത് വിവാഹത്തിൻ്റെ പ്രതീകത്തിലൂടെ, വിരുന്നിൻ്റെ പ്രതീകത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് കാണുന്നു. ഇനി ഈ രക്ഷ അത് യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത്. നമ്മൾ അടുത്ത ഭാഗം അത് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായി അവതരിപ്പിക്കുകയുള്ളൂ. എങ്കിലും അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ചില ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ഇനി വരുന്ന 11 മുതലുള്ള വാക്യങ്ങളിൽ ബാബിലോണിൻ്റെ ആ നാശം, ഇതുവരെ അവതരിപ്പിച്ച ബാബിലോണിൻ്റെ ആ നാശം, അത് ചരിത്രത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ക്രിസ്തു തിന്മകളെ ഒക്കെ വിധിക്കുന്നു, തിന്മകളെയെല്ലാം ഉന്മൂലനം ചെയ്യുന്നു. അതാണ് അടുത്ത് 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ശത്രുവിൻ്റെ ആസന്നമായിട്ടുള്ള അന്ത്യത്തെയും ഇവിടെ അവതരിപ്പിക്കുന്നു. ഏറ്റവും അവസാനം മൃഗത്തിൻ്റെയും വ്യാജപ്രവാചകൻ്റെയും അവരെ പിന്തുടരുന്നവരുടെയും പരാജയം ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇനി വരുന്നത് ഈ
വരാൻ പോകുന്ന രക്ഷയെ വിവാഹത്തിൻ്റെയും വിരുന്നിൻ്റെയും ഒക്കെ മനോഹരമായിട്ടുള്ള പ്രതീകങ്ങളോട് അവതരിപ്പിച്ച ശേഷം ഇനി വീണ്ടും പൂർത്തിയാകാനായിട്ടുള്ളത് ആ തിന്മയുടെ പരിപൂർണമായിട്ടുള്ള ഉന്മൂലനം തന്നെയാണ്. അപ്പോൾ ആ ഉന്മൂലനം തന്നെയാണ് ഇനി അടുത്ത ഭാഗത്ത് വിവരിക്കുന്നത്. ഇനി അത് യാഥാർത്ഥ്യമാക്കുന്നത് അത് ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിനെയാണ് അടുത്ത് വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന അശ്വാരൂഢനായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വെള്ളപ്പുറത്ത് കയറി വരുന്ന ആ യേശുവിൻ്റെ ചിത്രമാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ അത് 6-ാമത്തെ അധ്യായത്തിൽ കണ്ട ആ ചിത്രത്തിൻ്റെ ഒരു പരിസമാപ്തിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 6-ാമത്തെ അധ്യായത്തിൽ മുദ്രകൾ തുറക്കുമ്പോൾ വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്നവനെ നമ്മൾ ആദ്യം കണ്ടു. അപ്പോൾ അത് ആ യേശുവിൻ്റെ ഉത്ഥാന പ്രഭ ഈ പ്രപഞ്ചത്തിൽ നിറയുന്നതിൻ്റെ പ്രതീകമായിട്ട് അന്ന് അവിടെ അവതരിപ്പിച്ചിരുന്നു. ഇനി അത് പ്രപഞ്ചം മുഴുവൻ അത് വ്യാപകമായി ആ രക്ഷ സർവരും അത് അനുഭവിക്കുന്ന ആ ഘട്ടത്തിൽ ഈ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഇവിടെ യാഥാർത്ഥ്യമാണെന്ന് അവതരിപ്പിക്കുന്നു. അപ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം ഒന്നൊന്നായി ഉന്മൂലനം ചെയ്ത് ഈ രക്ഷ ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ ഇനി അവശേഷിക്കുന്ന ആ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നത് തുടർന്ന് നമ്മൾ കാണും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.